ഇൻഷോട്ട് ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ബിഗിനേഴ്സിന് ഈസിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് ഇൻഷോട്ട്. ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. അതിൽ ന്യൂ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇത് വീഡിയോസാണോ ഫോട്ടോസാണോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ വീഡിയോസിനും ഫോട്ടോസിനും ഓപ്ഷനുണ്ട്. അതിൽ നിങ്ങൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് കറക്റ്റ് ഓർഡറിൽ നിങ്ങൾക്ക് ഏത് ഓർഡറിലാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു സിസറിൻ്റെ ഇമേജ് അവിടെ കാണും. അതിൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് ട്രിം ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ട്രിം ചെയ്തെടുത്ത് നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസാണോ ആവശ്യമുള്ളത് അതെല്ലാം ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്ത് താഴെ ഒരു ടിക്ക് മാർക്ക് കാണും. ആ ടിക്ക് മാർക്ക് എടുത്തതിന് ശേഷം ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇതിൽ താഴെ ഒരു ഇൻഷോട്ടിൻ്റെ ലോഗോ കാണുന്നുണ്ട്. അത് ആവശ്യമില്ലാത്തവർക്ക് അത് റിമൂവ് ചെയ്യാൻ പറ്റും. ആ ഇൻറ്റു മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇൻഷോട്ടിൻ്റെ ലോഗോ റിമൂവായി കിട്ടും. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങൾ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു വീഡിയോയിൽ നിന്ന് നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോകുമ്പോൾ ഇതുപോലെ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്ത് മാറ്റാം. അത് എഡിറ്റ് ചെയ്ത് മാറ്റുന്നത് നിങ്ങൾ നേരത്തെ കാണിച്ചപ്പോൾ താഴെ ഇങ്ങനെ ഒരു വീഡിയോയിൽ നിന്ന് നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോകുമ്പോൾ അതേ ഇപ്പോൾ കാണിക്കുന്ന പോലെ അവിടെ ഒരു ലൈൻ മാർക്ക് കാണും. ആ ലൈൻ മാർക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ ഏതൊക്കെ വേണമെന്നുള്ളത് ഫ്രീ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതുണ്ട്. പേ ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതുമുണ്ട്. അതിൽ ഫ്രീ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ പേ ചെയ്തിട്ടുള്ളത് എടുക്കാം. നെക്സ്റ്റ് നിങ്ങൾക്ക് ടെക്സ്റ്റ് എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്നുള്ളതാണ്. ടെക്സ്റ്റ് അവിടെ ഒരു ടി എന്ന് പറയുന്ന ലോഗോ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്താണോ ടെക്സ്റ്റ് ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ ഹലോ എന്നാണ് ടെക്സ്റ്റ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് ആ ടെക്സ്റ്റ് ചെയ്യുന്നതിൻ്റെ കളർ ചൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ചെയ്തത് വീഡിയോയുടെ എൻഡ് വരെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആരോ ക്ലിക്ക് ചെയ്ത് വീഡിയോയുടെ എൻഡ് വരെ അത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ആ ടെക്സ്റ്റ് ചെയ്തത് വീഡിയോയുടെ എൻഡ് വരെ കാണും. അടുത്തത് കാണിക്കാൻ പോകുന്നത് സ്പീഡ് എങ്ങനെ വീഡിയോയിൽ അറേഞ്ച് ചെയ്യാമെന്നുള്ളതാണ്. ഇവിടെ സ്പീഡ് എന്ന് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു വീഡിയോ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. സെക്കൻഡ് പാർട്ടിലായിരിക്കും വീഡിയോസിൻ്റെ കൂടെ എങ്ങനെ ഓഡിയോ, അതുപോലെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതൊക്കെ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത് നെക്സ്റ്റ് പാർട്ടിലായിരിക്കും ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ ബാക്കി കാര്യങ്ങൾ പറയാം.